ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിരുന്നു നല്ല ഷാംപൂസ് റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻ പറയാം. നമ്മൾ സോഡിയം ലോറൈൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് പർച്ചേസ് ചെയ്യണം. അതായത് ഈ സോഡിയം ലോറൈൽ സൾഫേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സിന്തറ്റിക് ക്ലെൻസിങ് ഏജൻറ്റാണ്. ഭയങ്കര ഹാർഷായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് പെട്ടെന്ന് ഡ്രൈ ആക്കാനും നമ്മുടെ ഹെയർ ഫ്രിസി ആക്കാനും സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവാനും ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് മൈൽഡായിട്ടുള്ള ക്ലെൻസിങ് ഏജൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് നാച്ചുറൽ ഏജൻറ്റ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം ലോറൈൽ സാർക്കോസിനേറ്റ് എന്ന് പറഞ്ഞിട്ടും സോഡിയം ലോറൈൽ സൾഫോ അസറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയ ഷാംപൂസ് പർച്ചേസ് ചെയ്യാൻ നോക്കുക. കാരണം ഇത് മൈൽഡ് ക്ലെൻസിങ് ഏജൻ്റാണ്. പിന്നെ നാച്ചുറൽ ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനും അതുപോലെ നമ്മുടെ സ്കാൽപ്പിനും ഒരു മൈൽഡ് എഫക്റ്റാണ് നൽകുന്നത്, ഹാർഷല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആക്കത്തില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇനി നമുക്ക് ഷാംപൂസ് നോക്കാം. ഇന്ത്യയിൽ അവൈലബിൾ ആവുന്ന ഷാംപൂസ് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് വിഷ് കെയറിൻ്റെ ട്രിപ്പിൾ ബോണ്ട് റിപ്പയർ ഷാംപൂ ആണ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ആർഗൺ ഓയിൽ ആൻഡ് ലാവൻഡർ ഷാംപൂ എന്ന ഈ ഒരു ഷാംപൂ ആണ്. മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ വാവ് സയൻസിൻ്റെ ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ ഈ ഒരു ഷാംപൂ ആണ്. ലോറിയലിൻ്റെ ഈ ഒരു ഷാംപൂ ആണ്. അടുത്തൊരു ഷാംപൂ എന്ന് പറയുന്നത് ട്രെസമയുടെ ഈ ഒരു ഷാംപൂ ആണ്. അപ്പോൾ 5 ഷാംപൂ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അഫോർഡബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.